എല്ലാവർക്കും മാസ്റ്റേഴ്സ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇസ് ബാരിഷ് മേ എന്ന ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറുകളും ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസുമാണ് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മുടെ രണ്ടാമത്തെ പാർട്ടാണ്. ഇതിൻ്റെ ആദ്യത്തെ പാർട്ടിൽ ഈ ചാപ്റ്ററിൻ്റെ ഫുൾ എക്സ്പ്ലനേഷൻ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും ആ പാർട്ടുകൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കാണുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബെൽ ഐക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. ആദ്യത്തെ ചോദ്യം നോക്കിക്കേ. ഉസി കെ പാസ് അബ് മേരി ബാരിഷ് ബി ചലി ഗയി സെ ആപ്നെ ക്യാ സംജ. നമ്മുടെ കവിതയിലെ ഒരു വരിയാണ് ഇത് തന്നിരിക്കുന്നത്. ഉസി കെ പാസ് അബ് മേരി ബാരിഷ് ബി ചലി ഗയി ഹെ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത്? നമ്മൾ പഠിച്ച ഇസ് ബാരിഷ് മേ എന്ന കവിത എന്താ നമുക്ക് കാണിക്കുന്നത്? ഒരു കർഷകന്റെ ദയനീയ അവസ്ഥയാണ് നമുക്ക് മുന്നിൽ കാണിക്കുന്നത്, അല്ലെ? വിളവിറക്കാൻ പണമില്ലാതായപ്പോൾ അദ്ദേഹം പണം കടം വാങ്ങുകയും കൃഷി ചെയ്യുകയും ചെയ്തു, അല്ലേ? എന്നിട്ട് എന്ത് ചെയ്തു? ആവശ്യത്തിന് വിളവ് ലഭിക്കാതെ വന്നപ്പം, കൃഷി നഷ്ടത്തിൽ വന്നപ്പോൾ എന്ത് ചെയ്തു? ആ കടം വീട്ടാൻ കഴിയാതെ ആ നിലം കർഷകന്റെ കയ്യിൽ നിന്നും നഷ്ടമാകുന്ന അവസ്ഥയാണ് ഈ കവിതയിലൂടെ നമുക്ക് മുന്നിൽ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്? ഈ വരികളിൽ നിന്ന് ഇൻ പങ്ക്തിയോമേ കിസാൻ കി ഹാലത് കി ഓർ സംകേത് കർത്തേ ഹെ. ഇപ്പൊ ഈ വരികളിലൂടെ കർഷകന്റെ ഹാലത്ത് എന്ന് പറഞ്ഞ അവസ്ഥ, കർഷകന്റെ അവസ്ഥയെ പറ്റിയാണ് നമുക്ക് മുന്നിൽ കാണിച്ചു തരുന്നത്. കിസാൻ സെ ഉൻകാ ജമീൻ ചീൻ ലീ ജാതി ഹെ. കർഷകനിൽ നിന്ന് അദ്ദേഹത്തിന്റെ നിലം എന്താണ്? തട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? ഗേത്തി കർനെ കെ ലിയെ കിസാൻ കെ പാസ് അബ് ഉസ്കാ ജമീൻ നഹി ഹെ. കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് കർഷകന്റെ കയ്യിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ നിലമില്ല. യഹാം കിസാൻ യെ കഹന ചാഹത്ത ഹെ കി ജമീൻ കെ സാത്ത് ബാരിഷ് ബി ചലി ഗയി ഹെ. നമുക്കറിയാം കൃഷിയും അതുപോലെ മഴയും തമ്മിൽ എന്താണ്? വളരെയധികം ബന്ധമുണ്ട്, അല്ലേ? ഇപ്പൊ കൃഷി ചെയ്യാനുള്ള നിലം നഷ്ടപ്പെട്ടതോടുകൂടി കർഷകൻ പറയുന്നത് എന്താണ്? കൃഷി ചെയ്യാനുള്ള നിലത്തിന്റെ കൂടെ ബാരിഷ് ബി ചലി ഗയി ഹെ, ആ മഴയും കൂടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്. ആ മഴ എങ്ങോട്ടേക്കാണ് പോയത്? ആ നിലം ആരാണോ കൊണ്ടുപോയത് അവരുടെ അടുത്തേക്ക് തന്നെ, ആ നിലമുള്ള അടുത്തേക്ക് തന്നെയാണ് മഴയും പോയിരിക്കുന്നത് എന്നാണ് ഈ വരികളിലൂടെ കർഷകൻ നമ്മളോട് പറയുന്നത്. യഹാം കിസാൻ യെ കഹന ചാഹത്ത ഹെ കി ജമീൻ കെ സാത്ത് ബാരിഷ് ബി ചലി ഗയി ഹെ. ഈ വരികളിലൂടെ കിസാൻ ഇത് പറയാനാണ് ആഗ്രഹിക്കുന്നത്, അദ്ദേഹത്തിന്റെ നിലത്തിന്റെ കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇപ്പൊ മഴയും പോയിട്ടുണ്ട്. യഹാം ഗേത്തി ഓർ ബാരിഷ് കെ ബീച്ച് കാ അടൂട്ട് സംബന്ധ് കെ ബാരെ മേ ബതായ ഗയാ ഹെ. അപ്പൊ ഈ വരികളിലൂടെ കൃഷിയും മഴയും തമ്മിലുള്ള ബന്ധത്തിനെ പറ്റിയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ചോദ്യം നോക്കിക്കേ. जिसकी नहीं कोई जमीन उसका नहीं कोई आसमान. इन पंक्तियों का क्या तात्पर्य है? എന്താ പറഞ്ഞിരിക്കുന്നത്? ജിസ്കി നെയ് കോയി ജമീൻ, ആർക്കാണോ നിലമില്ലാത്തത്, ഉസ്കാ നെയ് കോയി ആസ്മാൻ, അവർക്ക് എന്തുമില്ല, ആകാശവുമില്ല. ഇൻ പങ്ക്തിയോം കാ താല്പര്യ ക്യാ ഹെ. ഈ വരികൾക്ക് പിന്നിലുള്ള താല്പര്യം എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? കിസാൻ ഓർ സമീൻ കെ ബീച്ച് അട്ടൂട്ട് ബന്ധൻ ഹെ. നമുക്കറിയാം കർഷകനും നിലവും തമ്മിൽ എന്താണ്? അദ്ദേഹത്തിന്റെ നിലവും തമ്മിൽ ഒരു അമൂല്യമായ, അല്ലെങ്കിൽ എന്താണ്, നമുക്ക് വേർപിരിക്കാനാവാത്ത ഒരു ബന്ധമാണ് ഉള്ളത്, അല്ലെ? കർഷകൻ എത്രയോ പ്രിയപ്പെട്ടതാണ്, അദ്ദേഹത്തിന് വളരെയധികം പ്രിയപ്പെട്ടതാണ് എന്ത്? അദ്ദേഹത്തിന്റെ നിലം. അങ്ങനെയുള്ള നിലമാണ് എന്ത് ചെയ്തത്? കർഷകനിൽ നിന്നും നഷ്ടപ്പെട്ടു പോയത്, കർഷകരിൽ നിന്നും ആരൊക്കെയോ തട്ടിയെടുത്തത്. സമീൻ കെ ബിന കിസാൻ അധൂരാ ഹെ. ഇപ്പൊ നിലമില്ലാത്ത കർഷകൻ എന്ന് പറയുന്നത് എന്താണ്? പൂർണ്ണമാവാത്ത, അല്ലെ? സമീൻ കെ ബിന കിസാൻ അധൂരാ ഹെ, പൂർണ്ണമാവുന്നില്ല. നിലമില്ലാത്ത കർഷകൻ ഒരിക്കലും പൂർണ്ണനാവുന്നില്ല. അബ് ഗേത്തി കർനെ കെ ലിയെ കിസാൻ കെ പാസ് സമീൻ നഹി ഹെ. ഇപ്പോൾ കൃഷി ചെയ്യാനായിട്ട് കിസാന്റെ കയ്യിൽ എന്തില്ല? നിലമില്ല. സമീൻ കെ സാത്ത് കിസാൻ അപ്ന അസ്തിത്വ ഓർ സബ് കുച്ച് ഗോ ബൈഠാ ഹെ. അപ്പൊ നിലം നഷ്ടപ്പെട്ടതോടുകൂടി കിസാനിന് എന്ത് സംഭവിച്ചു? കർഷകന് സ്വന്തം അസ്തിത്വവും അദ്ദേഹത്തിന്റെ എല്ലാമാണ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം എങ്ങനെ പറയുന്നത്? ജിസ്കി സമീൻ നഹി ഉസ്കാ കോയി ആസ്മാൻ ബി നഹി. ആരുടെ കയ്യിലാണോ നിലമില്ലാത്തത് അവർക്ക് എന്താണ്? ആകാശം പോലും സ്വന്തമല്ല എന്ന് പറയുന്നത്. ഇസ്ലിയെ ഏസാ കഹത്താ ഹെ. കവിതാ മേ ഉസി കെ ലിയെ ദോഹരായ ഗയാ ഹെ. यह प्रयोग किन किन की ओर संकेत करता है? ഈ കവിതയിൽ ഉസി കെ ലിയെ എന്ന് പലതവണ ആവർത്തിക്കുന്നുണ്ട്, അല്ലെ? ഇത് ആരുടെ നേർക്കാണ്, അല്ലെങ്കിൽ ആരുടെ നേർക്കാണ് വിരൽ ചൂണ്ടുന്നത്? കിൻ കിൻ കി ഓർ സംകേത് കർത്താ ഹെ. ഈ കവിതയിൽ ആരുടെയൊക്കെ നേർക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്? ഈ ഉസി കെ ലിയെ എന്നുള്ളത് ആരൊക്കെയാണ് അർത്ഥമാക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയുള്ള ആൾക്കാരെയാണ് കാണിക്കുന്നത്? നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു,
ജമീൻ ആരാണോ കൊണ്ടുപോയത് അവരുടെ അടുത്തേക്കാണ് ആര് പോയിരിക്കുന്നത്? മഴയും പോയിരിക്കുന്നത്. അവർക്ക് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? കുയിൽ കൂകുന്നത്, ബാദൽ വരുന്നത്, അതുപോലെ തന്നെ എന്താ മണ്ണിൽ നിന്നുയരുന്ന പുതു സുഗന്ധം പോലും അവർക്ക് വേണ്ടിയാണെന്നാണ് കവിതയിൽ പറയുന്നത്. അവരാരാണ്? കർഷകനെ ആരാണോ ചൂഷണം ചെയ്യുന്നത് അവർക്ക് നേരെയാണ് ഇത് വിരൽ ചൂണ്ടുന്നത്, ഈ കവിതയിൽ വിരൽ ചൂണ്ടുന്നത്. യഹാം കിസാൻ കാ ചൂഷൻ കർണേ വാലോം കി ഓർ സംഗീത് കർത്തേ ഹെ. ഈ കവിതയിൽ ഉസീക്കേലി എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെ പറ്റിയാണ്? കർഷകനെ ചൂഷണം ചെയ്യുന്ന ആളുകളെ പറ്റിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൽ നഹി ബൈൽ നഹി ഇസ്മേ ഹൽ ഓർ ബൈൽ കിൻ കിൻ കെ പ്രതീക് ഹെ. ഈ കവിതയിൽ പറയുന്നുണ്ട് ഹൽ നഹി, കലപ്പയില്ല, കാളയില്ല. ഇതില് കലപ്പയും കാളയും എന്തിൻ്റെയൊക്കെ പ്രതീകങ്ങളാണ്? കലപ്പ എന്ന് പറയുന്നത് കൃഷിയുടെ പ്രതീകവും കാള എന്ന് പറയുന്നത് എന്താണ്? കാള കർഷകന്റെ ജീവിതവുമാണ് അല്ലെ. കലപ്പ വെച്ചാണ് എന്ത് ചെയ്യുന്നത്? കൃഷി ചെയ്യുന്നത്. കൃഷി ചെയ്യാൻ വേണ്ടി ആരാ സഹായിക്കുന്നത്? ബൈലാണല്ലേ സഹായിക്കുന്നത്. കന്നുകാലികളുടെ പുറത്ത് അല്ലെങ്കിൽ കാളയുടെ പുറത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഈ കലപ്പ വെച്ച് കെട്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? കൃഷി ചെയ്യാൻ വേണ്ടി നിലം ഒരുക്കുന്നത്. അപ്പൊ ഇവിടെ ഹൽ എന്ന് പറയുന്നത് ഗേത്തി, കൃഷിയുടെ പ്രതീകവും, ബൈൽ എന്ന് പറയുന്നത് കിസാന്റെ ജീവിതവുമാണ്. എന്ന ഒരു കാളയെ പോലെയാണ് എന്ത് ചെയ്യുന്നത്? കിസാൻ ഗേത്തിൽ, പാടത്തിലെ പണിയെടുത്തുകൊണ്ടിരുന്നത്. യഹാം ഹൽ ഗേത്തി കി ഓർ ബൈൽ കിസാൻ കി ജിന്ദഗി കി ഓർ സംഗീത് കർത്താ ഹെ. ഈ കവിതയിൽ ഹൽ എന്ന് പറയുന്നത് കൃഷിക്ക് നേരെയും ബൈൽ എന്ന് പറയുന്നത് കിസാന്റെ ജീവിതത്തിന് നേരെയും എന്ത് ചെയ്യുന്നുണ്ട്? വിരൽ ചൂണ്ടുന്നുണ്ട്, അല്ലെങ്കിൽ പ്രതീകങ്ങളാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിമ്നലിഖിത് ആശയവാലി പങ്ക്തിയാം ചുൻകർ ലിഖി. താഴെ പറയുന്ന അർത്ഥം വരുന്ന വരികൾ തിരഞ്ഞെടുത്ത് എഴുതണം. ഫസൽ ഹോനെ പർ കർസ് ചുക്കാനെ കി കിസാൻ കി ജൂട്ടി പ്രതീക്ഷ ബി നഹി രഹ് ഗയി. എന്താണ് നമുക്ക് തന്നിട്ടുള്ള ആശയം? ഫസൽ, വിളവ് ഉണ്ടായി കഴിയുമ്പം കടം വീട്ടാമെന്ന കിസാന്റെ പ്രതീക്ഷയും എന്തായിട്ട് മാറുകയാണ്? കള്ളമായിട്ട് മാറുകയാണ്. ഈ അർത്ഥം വരുന്ന വരി തിരഞ്ഞെടുത്ത് എഴുതണം. എന്താണ് വരി നോക്കിക്കേ. അഗ്ലി ഫസൽ ഹോത്തെ ഹി സബ് ചുക്ത കർ ദൂംഗാ, അബ് തോ മേരി ചൂട്ടി യെ ഗുസാരിഷ് ബി ചലി ഗയി ഹെ. അടുത്ത വിളവ് വരുമ്പോഴത്തേക്കും എന്താണ്? നല്ല വിളവ് ലഭിച്ചു കഴിയുമ്പോഴത്തേക്കും കടം വീട്ടിക്കൊള്ളാം എന്നുള്ള എൻ്റെ എന്താണ് പ്രതീക്ഷയും എന്താണ്? കള്ളമായിട്ട് മാറുകയാണെന്ന് അർത്ഥം വരുന്ന വരികളാണ് ഇത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ആസ്വാദൻ ടിപ്പണി തയ്യാർ കരേ. നമുക്കൊരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കണം. നോക്കിക്കേ. ഇസ് ബാരിഷ് മേ നാമക് കവിത നരേഷ് സക്സേന കെ ദ്വാര ലിഖി ഗയി ഹെ. ഈ ഇസ് ബാരിഷ് മേ എന്ന കവിത എഴുതിയിരിക്കുന്നത് നരേഷ് സക്സേനയാണ്. इसमें कवि एक किसान की दर्द भरे हालात हमारे सामने पेश करते हैं. ഈ കവിതയിലൂടെ കവി നമുക്ക് മുന്നിൽ ഒരു കർഷകന്റെ വേദന നിറഞ്ഞ അവസ്ഥയാണ് വർണ്ണിച്ചു തരുന്നത്, അല്ലെങ്കിൽ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. പേഷ് കർണ എന്ന് പറഞ്ഞാൽ പ്രസന്റ് ചെയ്യുക അല്ലെങ്കിൽ അവതരിപ്പിക്കുക. एक किसान कर्ज लेकर खेती करते हैं और फसल ना मिलने के कारण उन्होंने कर्ज नहीं चुकाया. ഇപ്പോൾ ഒരു കർഷകൻ എന്ത് ചെയ്തു? കർസ് ലേക്കർ, കർസ് എന്ന് പറഞ്ഞാൽ കടം വാങ്ങിച്ചിട്ട് വിളവിറക്കുകയാണ്. വിളവ് കിട്ടാത്തത് കൊണ്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല? കടം വീട്ടാൻ കഴിഞ്ഞില്ല. കർസ് ചുക്കാനോ എന്ന് പറഞ്ഞാൽ കടം വീട്ടുക. ഇസ്ലിയെ കിസാൻ സെ ഉൻകാ സമീൻ ചീൻ ലേത്തി ഹെ. അപ്പൊ അതുകൊണ്ട് കടം വീട്ടാത്തത് കൊണ്ട് കർഷകരിൽ നിന്നും എന്താണ്? അദ്ദേഹത്തിന്റെ നിലം തട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. किसान कहते हैं कि अब उनका जमीन जिसके पास चली गई है उसी के पास अब बारिश भी चली गई है. ഇപ്പൊ കർഷകൻ ഈ കവിതയിലൂടെ നമ്മളോട് പറയുകയാണ്, ആരാണോ അദ്ദേഹത്തിന് നിലം കൊണ്ടുപോയത് അവരുടെ അടുത്തേക്ക് ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്? മഴയും പോയിട്ടുണ്ട്. ആസ്മാൻ മേ ഗിർത്തി ബാരിഷ് കോ ദേക്കർ കിസാൻ ഉദാസ് ഹോ ജാത്തി ഹെ. അപ്പൊ ആകാശത്തിൽ വരുന്ന അല്ലെങ്കിൽ ആകാശത്തിൽ മുഴുവൻ വലയം ചെയ്തിരിക്കുന്ന മേഘങ്ങളെ കണ്ടിട്ട് കിസാനിന് ഭയങ്കര സങ്കടം വരികയാണ്. കാരണം എന്താ? ആ മഴമേഘങ്ങൾ വന്നു കഴിയുമ്പം സാധാരണ കർഷകർ സന്തോഷിക്കും അല്ലേ? അവർക്ക് എന്ത് സംഭവിക്കും? കൃഷിക്കുള്ള വെള്ളമൊക്കെ ലഭിക്കും, അപ്പൊ സന്തോഷമാണ് വരിക. പക്ഷെ ഇത്തവണ മേഘം കാണുമ്പോൾ കർഷകന് സങ്കടമാണ് വരുന്നത്. കാരണം എന്താ? കർഷകന് കൃഷി ചെയ്യാൻ നിലമില്ലാത്തതുകൊണ്ട് തന്നെ കൃഷി ഇറക്കേണ്ടി വരുന്നില്ല അല്ലെ. ബാരിഷ് ദേനെ വാല ബാദൽ, കൂക്തി കോയൽ, ധർത്തി കെ സീനെ സെ ആനെ വാല സുഗൻ, യെ സബ് കുച്ച് അബ് കിസാൻ കി നഹി രഹി. മഴ തരുന്ന മേഘങ്ങൾ, കൂകുന്ന കുയിലുകൾ, ധർത്തി കെ സീനെ സെ ആനെ വാല സുഗൻ, മണ്ണിൽ നിന്നും വരുന്ന പുതുഗന്ധമില്ലേ, മണ്ണിന്റെ സുഗന്ധം, ഇതെല്ലാം കിസാനിൽ നിന്ന് നഷ്ടമായിരിക്കണം. ഇതൊന്നും കിസാന് സ്വന്തമായിട്ടില്ല. ക്യോംകി അബ് കിസാൻ കെ പാസ്
ഗേത്തി കർണെ കെ ലിയെ സമീൻ നഹി ഹെ. കാരണം എന്താണ്? ഇപ്പൊ കിസാന്റെ കയ്യിൽ അല്ലെങ്കിൽ കർഷകന്റെ കയ്യിൽ കൃഷി ചെയ്യാൻ വേണ്ട നിലമില്ല. अब किसान के लिए हल और बैल नहीं, गेतों की गैल नहीं और एक हरी बूंद भी नहीं है. ഇപ്പൊ കർഷകന്റെ കയ്യിൽ എന്തല്ല? കലപ്പയില്ല, കാളകളില്ല, വയൽ വരമ്പുകളില്ല. അതുപോലെ തന്നെ ഗയൽ എന്ന് പറഞ്ഞാൽ വരമ്പാണേ. അതുപോലെ തന്നെ ഒരു പച്ച തുള്ളി പോലും എടുക്കാനില്ല. കാരണം നിലമില്ലാത്തതുകൊണ്ട് തന്നെ എന്താണ്? അദ്ദേഹത്തിന് സ്വന്തമായി കൃഷിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ സ്വന്തം നിലത്ത് വരുന്ന ഒരു പച്ച കണം പോലും അദ്ദേഹത്തിന് എടുക്കാനില്ല. किसान के जीवन का ताल, प्रतीक्षा सब कुछ उस जमीन के साथ नष्ट हो चुकी है. ഇപ്പൊ കർഷകന്റെ ജീവിതത്തിന്റെ താളം, പ്രതീക്ഷ ഇതെല്ലാം എന്താണ്? ആ നിലത്തിന്റെ കൂടെ തന്നെ നഷ്ടമായിട്ടുണ്ട്. ഫസൽ ഹോനെ പർ ചുക്കാനെ കി പ്രതീക്ഷ ബി അബ് നിഹി രഹി. നല്ല വിളവ് ലഭിക്കുമ്പോൾ കടം വീട്ടാമെന്നുള്ള അദ്ദേഹത്തിന്റെ പ്രതീക്ഷയും എന്താണ്? ഇപ്പോൾ ഇല്ലാതായിരിക്കുകയാണ്. इस कविता में किसान और उनके जमीन के बीच का अटूट बंधन का സുന്ദർ വർണ്ണൻ കിയാ ഹെ. അപ്പൊ ഈ കവിതയിലൂടെ നരേഷ് സക്സേനാജി നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എന്താണ്? കർഷകനും അദ്ദേഹത്തിന്റെ നിലവും തമ്മിലുള്ള അട്ടൂട്ടമായ വേർപിരിക്കാനാവാത്ത ബന്ധത്തിന്റെ വർണ്ണനയാണ് നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. സമീൻ കെ സാത്ത് കിസാൻ അപ്ന ഉമീദ് ബി ഗോഗയെ ഹെ. അപ്പൊ ആ നിലത്തിന്റെ കൂടെ തന്നെ നിലത്തിന്റെ കൂടെ കിസാനിന് എന്താണ്? സ്വന്തം പ്രതീക്ഷകളും കൂടിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും മാത്രം. പീസ് ബാരിഷ്മ എന്ന ചാപ്റ്ററോടെ കംപ്ലീറ്റ് ആവുകയാണ്. ചാപ്റ്ററിന് 2 പാർട്ടുകളാണുള്ളത്. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി ഞങ്ങളോട് ചോദിക്കാവുന്നതാണ്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം പറയാൻ മറക്കരുത്. നമുക്ക് അടുത്ത ചാപ്റ്ററുമായിട്ട് വീണ്ടും കാണാം. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ഹിന്ദി മാത്രമല്ല മാത്സും സയൻസ് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ വീഡിയോസും കാണുക, അഭിപ്രായങ്ങൾ പറയുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ സ്ട്രെങ്ത്. അതുകൊണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ.